അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അൽ ഇസ്മുൽ മഖ്സൂർ എന്ത് എന്നും അതിൻ്റെ ഇഅ്റാബ് എന്ത് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ പറഞ്ഞു അൽ ഇസ്മുൽ മഖ്സൂർ എന്ന് പറഞ്ഞെങ്കിൽ അൽ ഇസ്മുൽ മുഅറബുല്ലദി ആഖിറുഹു അലിഫുൻ ലാസിമ, അവസാനത്തിൽ ലാസിമത്തായ അലിഫുള്ള മുഅറബായ ഇസ്മാകുന്നു. മൂസ, ആസ്വ, ഹൂദ പോലുള്ള ഇസ്മുകൾ. അതിൻ്റെ ഇഅ്റാബെല്ലാം തഖ്ദീരിയാണ് എന്ന് പറഞ്ഞാൽ ആ ഇസ്മുകളുടെ അവസാനത്തിൽ ലാസിമത്തായ അലിഫ് അതിന്മേൽ തഖ്ദീരിയാണ്, സങ്കല്പികമാണ്. മൂസ എന്നതിൻ്റെ അവസാനത്തിൽ അലിഫുണ്ട്. അലിഫ് അതിന്മേൽ ഇഅ്റാബ് സങ്കല്പിക്കുകയാണ് ചെയ്യുക, മുഖദ്ദറത്താണ് എന്ന് പറഞ്ഞു. നമ്മൾ അതിൻ്റെ വിഷയങ്ങളാണ് മനസ്സിലാക്കിയത്. ഇനി ഇൻഷാ അള്ളാഹ് നമുക്ക് അൽ ഇസ്മുൽ മൻഖൂസ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. ഗ്രന്ഥകാരൻ അതിലേക്കാണ് ഇവിടെ ഈ കവിത നൽകിയിട്ടുള്ളത്. വസ്സാനി മൻഖൂസുൻ വനസ്ബുഹു ബഹർ വറഫ്ഉഹു യുൻവ കദാ ഐദൻ യുജർ. വസ്സാനി മൻഖൂസുൻ വനസ്ബുഹു ബഹർ വറഫ്ഉഹു യുൻവ കദാ ഐദൻ യുജർ. ഇവിടെ വസ്സാനി രണ്ടാമത്തേത്, മൻഖൂസുൻ മൻഖൂസാകുന്നു. രണ്ടാമത്തേത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അൽ മുർത്തഖി എന്ന ഇസ്മാണ്. അൽ മുർത്തഖി ഇവിടെ അൽ മുസ്തഫ എന്നുള്ളത് ഫൽ അവ്വലു, അൽ അവ്വൽ എന്ന് സൂചിപ്പിക്കുന്നത് മുസ്തഫ എന്നുള്ളതിന്. വസ്സാനി രണ്ടാമത്തേത്, അതുകൊണ്ടുള്ള സൂചന അൽ മുർത്തഖി എന്ന ഇസ്മാണ്. രണ്ടാമത്തേത് മൻഖൂസുൻ, അത് മൻഖൂസാകുന്നു എന്നാണ്. എന്താണ് മൻഖൂസ്? അതാണ് നമ്മളിവിടെ എഴുതിയത്. അൽ മൻഖൂസു അൽ ഇസ്മുൽ മുഅറബുല്ലദി ആഖിറുഹു യാഉൻ ലാസിമത്തുൻ ഖബ്ലഹാ കസ്റത്തുൻ. മൻഖൂസ് എന്നാൽ അൽ ഇസ്മുൽ മുഅറബ്, മുഅറബാകുന്ന ഇസ്മാകുന്നു. അല്ലദി, എങ്ങനെയുള്ള മുഅറബായ ഇസ്മാണ്? ആഖിറുഹു, അതിൻ്റെ അവസാനത്തിലുണ്ട് യാഉൻ ലാസിമത്തുൻ, ലാസിമത്തായ യാ. ഖബ്ലഹ, ഈ യാഉൻ ലാസിമക്ക് മുമ്പ് കസ്റത്തുൻ, കസ്റാകുന്നു. അതായത് യാഉൽ ലാസിമത്തിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസ്റത്താകുന്നു എന്നുള്ളതാണ്. യാഉൽ ലാസിമത്ത്, ലാസിമായ യാ എന്നുള്ളത് എങ്ങനെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിനുള്ള കസ്റത്തും. ഇവിടെ അദ്ദാഇ എന്നുള്ളത് അൽ മൻഖൂസായ ഇസ്മിൻ്റെ ഉദാഹരണമാണ്. അദ്ദാഇ, ഇവിടെ അദ്ദാഇ എന്നുള്ളതിൽ ഇതാണ് യാഉൽ ലാസിമ, ദാഇ. അവിടെ അദാഇ എന്നുള്ളത് അവിടെ അസലിലുള്ള യാ ആണ്. അതേപോലെ അൽ ഖാദി എന്നുള്ളത് യാ ലാസിമത്താണ്. ഖബ്ലഹാ കസ്റത്തുൻ, അതിന് തൊട്ട് മുമ്പ് കസ്റാണ്. ഐന് ഇവിടെ കസ്റാണ്. ദാഇ. ഖാദി എന്നുള്ളടത്ത് ദ്വ, അതിന് കസ്റത്താണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അദ്ദാഇ എന്നുള്ളത് അൽ ഇസ്മുൽ മുഅറബ്, മുഅറബായ ഇസ്മാണ്. അല്ലദി, എങ്ങനെയുള്ള മുഅറബായ ഇസ്മ്? ആഖിറുഹു, അതിൻ്റെ അവസാനത്തിൽ യാഉൻ ലാസിമത്തുൻ, ലാസിമത്തായ യാ ഉണ്ട്. ഖബ്ലഹാ കസ്റത്തുൻ, ആ യാഉൻ ലാസിമക്ക് തൊട്ട് മുമ്പ് കസ്റും ഉണ്ട്. അൽ ഖാദി ഉണ്ടാവും, കസ്റും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഇസ്മാണ് അൽ മൻഖൂസ്. അതിൻ്റെ മറ്റൊരു ഉദാഹരണം ഇവിടെ ഗ്രന്ഥകാരൻ അൽ മുർത്തഖി. അൽ മുർത്തഖി എന്നുള്ളത് നോക്കിയ റുഖിയ, മുർത്തഖി ഉണ്ടോ? യാഉൽ ലാസിമത്താണ്, അതിന് തൊട്ട് മുമ്പ് കസ്റത്താണ്, ഖാഫിന് കസ്റത്താണ്. അപ്പോൾ അൽ മുർത്തഖി എന്നുള്ളത് എന്താണ്? അൽ ഇസ്മുൽ മൻഖൂസ്, മൻഖൂസായ ഇസ്മാണ്. ഗ്രന്ഥകാരൻ കൊണ്ടുവന്ന ഉദാഹരണം അതാണ്. അതിലേക്കാണ് വസ്സാനി രണ്ടാമത്തേത് മൻഖൂസുൻ, മൻഖൂസാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. ഒന്നാമത്തേത് മഖ്സൂറാണ്, രണ്ടാമത്തേത് മൻഖൂസാണ്. മനസ്സിലായി? ഗ്രന്ഥകാരൻ ഇവിടെ കൊണ്ടുവന്നത് നോക്കിയാൽ നിങ്ങൾ വസ്സാനി, അസാനി മൻഖൂസും, മൻഖൂസാകുന്നു. അദ്ദേഹം സാനി കൊണ്ട് ഉദ്ദേശിച്ചത് മുർത്തഖി എന്ന ഇസ്മിനെയാണ്.
ഒപ്പം അതിൽ ഒരു കൗതുകമുള്ളത്, ഈ സാനി എന്നതും എന്താണ്? മങ്കൂസാണ്. സാനി എന്നുള്ളത് നോക്കിയാൽ അതിലെന്തുണ്ട്? സാനി എന്നുള്ളതിന് യാ ഉൻ ലാസിമുണ്ട്, തൊട്ടു മുമ്പ് എന്താണ്? കസറത്തുമാണ്. തൊട്ടുമുമ്പ് കസറത്തുമാണ്. അപ്പോൾ അസാനി എന്നത് മങ്കൂസിൻ്റെ ഉദാഹരണം കൂടിയാണ്. അപ്പോൾ രണ്ട് നിലക്ക് അതിനർത്ഥം പറയാം. വസാനി മുർത്തഖി എന്നത് രണ്ടാമത്തേത് മങ്കൂസും മങ്കൂസാകുന്നു എന്ന് അതിനർത്ഥം പറയാം. വസാനി അസാനി എന്നത് മങ്കൂസുൻ മങ്കൂസാകുന്നു എന്ന് അതിന് അർത്ഥം പറയാം. അത് ഗ്രന്ഥകാരൻ്റെ ഒരു ധിഷണയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കൗതുകകരമായിട്ടുള്ള ഒരു നിലപാട് കൂടിയാണ്. തൈ വസാനി മങ്കൂസുൻ. തൈ എന്താണ് മങ്കൂസ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ ഇനി നമുക്ക് ഈ മങ്കൂസിനെ ഒന്നുകൂടി നമുക്ക് ഉരുത്തിരിയാൻ, ഒന്നുകൂടി നമുക്ക് മങ്കൂസായ ഇസ്മ എങ്ങനെ എന്നുള്ളത് വ്യക്തമാവാൻ ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് നോക്കാം. ഇവിടെ യർമി യജ്രി, ഈ ഒരു നിർവചന പ്രകാരം യർമി എന്നത് നോക്കിയേ, അവസാനത്തിൽ യാ ആണ്. റമ്മിയ ജരി എന്നതിൽപ്പെട്ട യാ ആണ് യർമി യജ്രി എന്നുള്ളതുള്ളത്. ഇല്ല, ലാസിമത്തായ യാ തന്നെയാണ്. അതിന് തൊട്ട് മുമ്പുള്ളതിൻ്റെ ഹറക്കത്ത് എന്താണ്? കസറത്താണ്. അപ്പോൾ യാ ലാസിമുണ്ട്, തൊട്ട് മുമ്പുള്ളതിന് കസറത്തും ഉണ്ട്. എന്നിട്ടും യർമി എന്നതും യജ്രി എന്നുള്ളതും എന്തല്ല? അൽ ഇസ്മുൽ മങ്കൂസ് അല്ല. അൽ ഇസ്മുൽ മങ്കൂസ് അല്ല. എന്തുകൊണ്ട്? യർമി എന്നുള്ളത് ഫിഅലാണ്, യജ്രി എന്നുള്ളതും ഫിഅലാണ്. നമ്മളിവിടെ സംസാരിക്കുന്നത് ഇസ്മിനെ കുറിച്ചാണ്, മൊറബായ ഇസ്മിനെ കുറിച്ചാണ്. അപ്പോൾ യർമി യജ്രി എന്നുള്ളത് എന്താണ്? അത് ഫിഅലാണ്, അത് അൽ ഇസ്മുൽ മങ്കൂസ് അല്ല. പിന്നെ അല്ലദി, അല്ലത്തി. ഓക്കെ, അല്ലദി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ യാ ആണ്, അല്ലത്തി എന്നതിൻ്റെ അവസാനത്തിൽ യാ ആണ്, തൊട്ടുമ്പത്തിന് കസറത്താണ്, ഹറക്കത്ത് കസറത്താണ്. എന്നിട്ടും അല്ലദി എന്നുള്ളതും അല്ലത്തി എന്നുള്ളതും ഈ രണ്ട് ഇസ്മുകളും മങ്കൂസല്ല, മങ്കൂസായ ഇസ്മല്ല. എന്തുകൊണ്ട്? അല്ലദി എന്നുള്ളത് മോറബല്ല, അല്ലത്തി എന്നുള്ളതും മോറബല്ല. പിന്നെയോ അത് മബിനിയാണ്. അല്ലതി അല്ലത്തി എന്നുള്ളവ എന്താണ്? മബിനിയാണ്. നമ്മൾ മബിനിയായവക്കുള്ള പ്രത്യേകത പറഞ്ഞില്ലേ? ബിഷബഹി മീനൽ ഹുറൂഫി മുദ്നി. എന്നിട്ട് നമ്മൾ പറഞ്ഞു വകനിയാബത്തിൻ അനിൽ ഫിഅലി ബില തഅസ്സുരിൻ വകഫ്തിഖാരിൻ ഉസ്സില. അല്ല, ആ ബൈത്തുകൾ വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അൽ അസ്മാഉൽ മൗസൂല, അൽ അസ്മാഉൽ മൗസൂല എന്താണ്? മബിനിയാണ് എന്ന് പറഞ്ഞു. അൽ അസ്മാഉൽ മൗസൂല മബിനിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലതി അല്ലത്തി എന്നുള്ളത് മബിനിയാണ്. നമ്മളിവിടെ പറയുന്നത് മൊറബായ ഇസ്മിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് എന്തല്ല? മങ്കൂസിന് ഉദാഹരണമല്ല, മങ്കൂസല്ല. തയ്യ് വബിയുൻ റമിയുൻ, വബിയുൻ റമിയുൻ യായിലാണ് അവസാനിക്കുന്നത്. മനസ്സിലായി? പക്ഷേ യാക്ക് തൊട്ട് മുമ്പുള്ളതിന് എന്തല്ല? കെസറത്തല്ല. കെസറത്തല്ല. ബബ് ബാക്ക് സുക്കൂനാണ്. റം മീമിന് സുക്കൂനാണ്, മീമിന് സാക്കിനത്താണ്, ബാ സാക്കിനത്താണ്. അതുകൊണ്ട് തന്നെ ഇത് ഇസ്മു മങ്കൂസ് അല്ല, ഇസ്മു മങ്കൂസ് അല്ല. ഇസ്മു അൽ മങ്കൂസ് ആകണമെങ്കിൽ അല്ലദി ആഖിറുഹു യാഉൻ ലാസിമത്തുൻ ഖബ്ലഹാ കസ്റത്തുൻ, ഖബ്ലഹാ കസ്റത്തുൻ. ഈ യാഉൻ ലാസിമക്ക് തൊട്ട് മുമ്പ് എന്തായിരിക്കണം? കസ്റത്തായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ സുക്കൂനാണ്, കസ്റല്ല. അതുകൊണ്ട് ഇത് അൽ ഇസ്മുൽ മങ്കൂസ് അല്ല. പിന്നെ അലിയുൻ മർമിയുൻ നബിയുൻ, അലിയുൻ നബിയുൻ മർമിയുൻ ഇതും മങ്കൂസല്ല, മങ്കൂസായ ഇസ്മിന് ഉദാഹരണമല്ല. എന്തുകൊണ്ട്? അലിയുൻ എന്നതിൽ യാ മുശദ്ദദത്താണ്. യാ അവസാനം യാ ആണ്, തൊട്ടു മുമ്പ് യാ ആണ്. യാന് എന്താണ്? സുക്കൂനാണ്. അലിയുൻ. അതേപോലെ മർമിയുൻ നബിയുൻ, പിന്നെ യാക്ക് സുക്കൂനാണ്, പിന്നെ അവസാനത്തിലെയാണ് ഉണ്ടോ? നബ് യുൻ എന്നാണ്. അപ്പോൾ ഇവിടെ യായിലാണ് അവസാനിക്കുന്നതെങ്കിലും തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനാണ്. അതേപോലെ തന്നെ അലിയുൻ മർമിയുൻ ഒക്കെ ഇങ്ങനെയാണ്. അവസാനത്തെ യാന് തൊട്ടുമുമ്പുള്ള യാക്ക്
പിന്നെ സുക്കൂനാണ്, 2 യാ ചേർന്നാണ് ഇവിടെ മുഷദ്ദത്തായാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഇത് പിന്നെ അലിയുൻ നബിയുൻ എന്നുള്ളതൊന്നും എന്തല്ല, ഇസ്മു മൻഖൂസ് അല്ല. കാരണം യാക്ക് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കെസ്റത്തല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിൻ്റെയൊക്കെ ഇറാബ് എന്താണ്? ഇറാബ് പിന്നെ സഹീഹായ ഇസ്മിൻ്റെ ഇറാബാണ്. സഹീഹായ ഇസ്മിൻ്റെ ഇറാബാണ്. ദബിയുൻ, റമിയുൻ, അലിയുൻ, മർമിയുൻ, നബിയുൻ, ഇതൊക്കെ പിന്നെ അങ്ങനെയാണ്. സഹീഹായ ഇസ്മ എങ്ങനെയാണ് ഇറാബ് ചെയ്യുക, അതേപോലെയാണ് ഇറാബ്. ജാ അലിയുൻ, റഅയ്തു അലിയൻ, മറർതു ബി അലിയിൻ, ഇങ്ങനെ. തയ്യബ്. അഖീക, അബീക, ഇവിടെയൊക്കെ നോക്കിയേ, അഖീ, അബീ. ഇവിടെ അഖി, അബി എന്നുള്ളത് യാ ഉണ്ട്. ഇതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കെസറത്താണ്. അഖി, അബി, അതിനെ കായിലേക്ക് നോഫത്ത് ചെയ്താണ്. ഇവിടെ ഈ അഖി, അബി എന്നുള്ളിടത്ത് യാ ഉണ്ട്, യാക്ക് തൊട്ട് മുമ്പ് കെസറത്തുമാണ്. പക്ഷേ ഇതൊന്നും എന്തല്ല, ഇസ്മ മൻഖൂസ് അല്ല. എന്തുകൊണ്ട്? ഈ യാ എന്നുള്ളത് ഇവിടെ ലാസിമത്തല്ല, അത് സായിദത്താണ്. അഹുൻ എന്നിടത്ത് യാ ഇല്ല, അബുൻ യാ ഇല്ല. പിന്നെയോ ഈ യാ ഇവിടെ സായിദത്താണ്, ലാസിമത്തല്ല. മുർത്തഖി എന്നുള്ളിടത്ത് യാ ലാസിമത്താണ്. ദാഇ എന്നുള്ളിടത്ത് ലാസിമത്താണ്. ഖാദി എന്നുള്ളിടത്ത് യാ ലാസിമത്താണ്. എന്നാൽ അഖി, അബി എന്നുള്ളിടത്ത് യാ സായിദത്താണ്. അവിടെ കെസ്റത്ത് ഇറാബ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ജറ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ യാ കൊണ്ടുവന്നതാണ്. യാ കൊണ്ടാണ് അവിടെ ജറ്. കാരണം ഇത് അസ്മാഉ സിത്തയിൽപ്പെട്ടതാണ്. വർഫഅ ബിവാവിൻ വൻസിബന്ന ബിൽ അലിഫ് വജ്റുർ ബിയാഇൻ മാ മിനൽ അസ്മാ അസിഫ് മിൻ ദാക ദു ഇൻ സുഹ്ബതൻ ആബാന വൽഫാമു ഹൈസുൽ മീമു മിൻഹു ബാന എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അവിടെ പിന്നെ വർഫഅ ബിവാവിൻ, വാവ് കൊണ്ട് നീ റഫ്ഉ ചെയ്തോ. വൻസിബന്ന ബിൽ അലിഫ്, അലിഫ് കൊണ്ട് നീ നസ്ബ് ചെയ്തോ. വജ്റുർ ബിയ, യാ കൊണ്ട് നീ ജറ് ചെയ്തോ. മാമിനൽ അസ്മാ അസിഫ്, ഞാൻ വിശദീകരിച്ച് തരാൻ പോകുന്ന ഇസ്മുകൾക്ക് എന്ന് പറയില്ലേ, അതിൽ അബുൻ, അഹുൻ, ഹമുൻ, ഫു, ദു, ഹനുൻ, ഈ 6 ഇസ്മു കുറിച്ച് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ അഹുൻ എന്നുള്ളതിന്, അബുൻ എന്നുള്ളതിന് യാ കൊണ്ട് ജറ് ചെയ്യും. അത് അസ്മാഉ സിത്തയിൽപ്പെട്ടതാണ്. അങ്ങനെ വന്ന യാ ആണിത്, ജറിൻ്റെ യാ ആണിത്. അത് സായിദത്താണ്. അതെന്തല്ല, ഐസ്മിൽ ലാസിമത്തായതല്ല. ഇതിൽ മുർത്തഖി, ദാഇ, ഖാദി എന്നുള്ളതിൽ ഉള്ളതുപോലെ. അപ്പോൾ അഖി, അബി എന്നുള്ളതും എന്തല്ല, മൻഖൂസ് അല്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു പിന്നെ വിഷയം മൻഖൂസ് ഉരുത്തിരിയാൻ, എന്താണ് മൻഖൂസ് എന്നുള്ളത് നമുക്കൊന്നുകൂടി സ്പഷ്ടമാക്കാൻ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത്, എഴുതുകയുണ്ടായത്. അപ്പോൾ നമ്മൾ മൻഖൂസ് മനസ്സിലാക്കി. അലിസ്മുൽ മൻഖൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലിസ്മുൽ മുഅറബുൽ ലദി ആഖിറുഹു യാഉൻ ലാസിമ ഖബ്ലഹ കസ്റത്തുൻ. വസ്സാനി മൻഖൂസുൻ. ഇനി അതിൻ്റെ ഇഅ്റാബ് എങ്ങനെയായിരിക്കും അതാണ് പറയുന്നത്. വനസ്ബുഹു ദഹർ വറഫ്ഉഹു യുൻവ കദാ ഐദൻ യുജർ. വനസ്ബുഹു, മൻഖൂസിൻ്റെ നസ്ബ്, ബഹറ, അത് വെളിവാകും. വറഫ്ഉഹു, അതിൻ്റെ റഫ്ഉ, യുൻവ, കരുതപ്പെടും, യുഖദ്ദർ, തഖ്ദീർ ചെയ്യപ്പെടും. കദ, അതുപോലെ, ഐദൻ, വീണ്ടും, യുജറു, ജറുൻ ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ റഫ്ഉ കരുതപ്പെടും, അപ്രകാരം ജറും കരുതപ്പെടും എന്നുള്ളതാണ്. വസാനി മൻഖൂസുൻ, രണ്ടാമത്തേത് അൽ മുർത്തഖി എന്നുള്ളത് മൻഖൂസുൻ, മൻഖൂസാകുന്നു. വനസ്ബുഹു, ആ മൻഖൂസിൻ്റെ നസ്ബ് ബഹർ, വെളിവാകും, ലാഹിറാകും, ലാഹിറായ ഹറക്കത്ത് കൊണ്ടാകും. വറഫ്ഉഹു, അതിൻ്റെ റഫ്ഉ, മൻഖൂസിൻ്റെ റഫ്ഉ, യുൻവ, അത് യുഖദ്ദർ, തഖ്ദീരിയാണ്, കരുതപ്പെടും, തഖ്ദീർ ചെയ്യപ്പെടും. കദാ, റഫ്ഉ കരുതപ്പെടുന്നത് പോലെ, ഐദൻ, വീണ്ടും, യുജർ,
ജറും ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ ജറും കരുതപ്പെടും എന്നുള്ളതാണ്. ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മൻഖൂസ് വനസ്ബുഹു അതിൻ്റെ നസ്ബു ബഹർ വെളിവാകും. റഅയ്തു ഞാൻ കണ്ടു, ഫിഉലും ഫാഇലുമാണ്. ആരെ കണ്ടു? അൽ ഖാദിയ, ഖാദിയെ കണ്ടു. അവിടെ ഖാദിയ എന്നുള്ളതുണ്ടല്ലോ, ഖാദി എന്നുള്ളത് മഫൂലും ബിയാണ്. അതുകൊണ്ട് മഫൂലും ബിക്ക് മൻസൂബാണ്, നസ്ബാണ്. നസ്ബ് ഫതഹത്ത് കൊണ്ടാണ്. ഉണ്ടോ ഇവിടെ ഫതഹത്ത് കൊണ്ട് നസ്ബ് ഉണ്ടോ വെളിവായി. റഅയ്തുൽ ഖാദിയ. അപ്പം മൻഖൂസിൻ്റെ നസ്ബ് ഇറാബ് അത് മൻസൂബാണ്. മൻസൂബ് ഫതഹത്ത് കൊണ്ടാണ്. ഫതഹത്ത് ളാഹിറത്തായ ഫതഹത്ത് കൊണ്ടാണ്. ഉണ്ടോ റഅയ്തുൽ ഖാദിയ. അപ്പം നസ്ബുഹു ദഹർ, അതിൻ്റെ നസ്ബ് ദഹർ വെളിവാകും എന്ന് പറഞ്ഞാൽ ളാഹിറത്തായ ഫതഹത്ത് കൊണ്ട് ആണ് അതിൻ്റെ നസ്ബ്. എന്നാൽ റഫ്ഉഹു മൻഖൂസായ ഇസ്മിൻ്റെ റഫ്ഉം അതേപോലെ അതിൻ്റെ ജറും അതെന്താണ്? യുൻവ എന്നാണ്, കരുതപ്പെടും. യുഖദ്ദർ എന്നാണ്. ഉണ്ടോ ജാ അൽ ഖാദി, ജാ അൽ ഖാദി. ജാ ഫിഉൽ മാദിയാണ്, അൽ ഖാദി ഫാഇലാണ്. ഫാഇൽ മർഫൂആണ്. മർഫൂഇൻ്റെ അസ്ലി ഇറാബ് എന്താണ്? ദമ്മത്താണ്. ദമ്മത്തു ളാഹിറാകും. ഏതുപോലെ ജാ ഖാലിദുൻ, ജാ ഖാലിദുൻ. ഉണ്ടോ ഇവിടെ ഹറക്കത്ത് ളാഹിറത്താണ്. ഖാലിദുൻ ഫാഇലുൻ മർഫൂഉൻ ബിദ്ദമ്മത്തി ളാഹിറത്തി, ളാഹിറത്തായ ദമ്മത്ത് കൊണ്ട് മർഫൂആണ് ഖാലിദുൻ. ഉണ്ടാകും. എന്നാൽ ഖാദി എന്നിടത്ത് ളാഹിറത്തായില്ല, ളാഹിറത്തായ ഹറക്കത്ത് കൊണ്ടല്ല റഫ്ഉ. പിന്നെയോ മുഖദ്ദറത്താണ്. ഇവിടെ തഖ്ദീർ ചെയ്യാണ്. ഈ യാ ഇൻമേൽ മുഖദ്ദറത്താണ്. ജാ അൽ ഖാദി ഫാഇലുൻ മർഫൂഉൻ ബിദ്ദമ്മത്തിൽ മുഖദ്ദറത്തി അലൽ യാഇ. യാ ഇൻമേൽ മുഖദ്ദറത്തായ തഖ്ദീർ ചെയ്യപ്പെടുന്ന, സങ്കല്പിക്കപ്പെടുന്ന, കരുതപ്പെടുന്ന ദമ്മിന്മേൽ മർഫൂഅ എന്നാണ്. ദമ്മിന്മേൽ മർഫൂഅ എന്നാണ്. അപ്പോൾ നോക്കി ഇവിടെ റഫ്ഉ മൻഖൂസിൻ്റെ റഫ്ഉ യുൻവ, യുഖദ്ദർ, കരുതപ്പെടും, സങ്കല്പിക്കപ്പെടും. കദാ ഇതുപോലെ അയ്ദൻ വീണ്ടും യുജർ മൻഖൂസ് ജറും ചെയ്യപ്പെടും. യുജർ എന്ന് പറഞ്ഞാൽ മൻഖൂസ് ജറും ചെയ്യപ്പെടും. ഇതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റഫ്ഉ കരുതപ്പെട്ടതുപോലെ, തഖ്ദീർ ചെയ്യപ്പെട്ടതുപോലെ. അപ്പോൾ ഇവിടെ ശകൗതു ഞാൻ ആവലാതിപ്പെട്ടു, ഇലൽ ഖാദി, ഖാദിയിലേക്ക്. അപ്പോൾ ഇല എന്നുള്ളത് ഹർഫുൽ ജറാണ്. അൽ ഖാദി ഇസ്മുൻ മജ്റൂറാണ്. മജ്റൂർ കസ്റത്ത് കൊണ്ടാണ്, ളാഹിറത്തായ കസ്റത്ത് കൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ശകൗതു ഇലാ ഖാലിദിൻ, ഖാലിദിൻ സഹീഹായ ഇസ്മാകുമ്പോൾ ഖാലിദീൻ കസ്റത്ത് ളാഹിറത്താണ്, കസ്റത്ത് ളാഹിറത്താണ് അവസാനത്തിൽ. എന്നാൽ അൽ ഖാദി എന്നുള്ളത് അവിടെ കസ്റത്ത് ളാഹിറത്തല്ല, ഖാദി. അത് യാ ഇൻമേൽ മുഖദ്ദറത്താണ്, യാ ഇൻമേൽ മുഖദ്ദറത്താണ്. അപ്പം എങ്ങനെ പറയാ? ശകൗതു ഇലൽ ഖാദി, ഇല ഹർഫു ജർ, അൽ ഖാദി ഇസ്മുൻ മജ്റൂറുൻ ബി ഇല, ഇല കൊണ്ട് ഇസ്മുൻ മജ്റൂറാണ്. ഖാദി മജ്റൂറുൻ ബിൽ കസ്റത്തിൽ മുഖദ്ദറ, സങ്കല്പിക്കപ്പെടുന്ന കസ്റത്ത് കൊണ്ടാണ് മജ്റൂർ. എവിടെ സങ്കല്പിക്കപ്പെടുന്ന? അലൽ യാ, യാ ഇൻമേൽ. ഈ യാ ഇൻമേൽ സങ്കല്പിക്കപ്പെടുന്ന കസ്റത്ത് കൊണ്ടാണ് ഇവിടെ ജർ. മനസ്സിലായോ? അതാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത്. വനസ്ബുഹു മൻഖൂസിൻ്റെ നസ്ബ് ബഹർ വെളിവാകും. റഅയ്തു അൽ ഖാദിയ, വിശുദ്ധ ഖുർആൻ നമ്മൾ പറയില്ലേ, അജീബു ദാഇ അല്ലാഹ്, അജീബു നിങ്ങൾ ഉത്തരം ചെയ്യൂ, ദാഇ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ദാഇക്ക് എന്നാണ്. ദാഇ അവിടെ മഫൂലും ബിയാണ്, അദാഇയ എന്ന് പറഞ്ഞു. കാരണം നസ്ബുഹു ദാഇ എന്നുള്ളത് എന്താണ്? മൻഖൂസായ ഇസ്മാണ്. അതിൻ്റെ നസ്ബ് ബഹർ, അത് വെളിവായി എന്ന് പറഞ്ഞെങ്കിൽ ളാഹിറത്തായ ഫതഹത്ത് കൊണ്ട് നസ്ബ് ചെയ്തു, നസ്ബ് ചെയ്യപ്പെടും. ആർക്ക്? മൻഖൂസിനെ. എന്നാൽ വറഫ്ഉഹു അതിൻ്റെ റഫ്ഉം അതിൻ്റെ ജറും യുൻവ, യുഖദ്ദർ, അത് കരുതപ്പെടും, തഖ്ദീർ ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതാണ് ഇവിടെ നമ്മൾ ഖാദി എന്നുള്ളിടത്ത് ഇലൽ ഖാദി, അതേപോലെ ജാ അൽ ഖാദി എന്നുള്ളിടത്ത് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇവിടെ നമ്മൾ മൻഖൂസായ ഇസ്മിനെയാണ് പരിചയപ്പെട്ടത്.
മങ്കൂസായ ഇസ്മിലേക്കാണ് വസാനി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സൂചന നൽകിയത്. വസാനി എന്നുള്ളത് തന്നെയും മങ്കൂസായ ഇസ്മാണ് എന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ നസ്ബ് ദഹർ, വെളിപ്പെട്ടു അല്ലെങ്കിൽ ദാഹിറാകും എന്നുള്ളതാണ് പറഞ്ഞത്. വറഫ്ഉഹു യുൻവാ കദാ ഐദൻ യുജർ എന്നുള്ളതാണ്. ഇവിടെ അപ്പം നമ്മൾ ഉദാഹരണത്തിലൂടെ ഈ ഒരു വിഷയം മനസ്സിലാക്കി. മഖ്സൂറിനെ കുറിച്ച് മനസ്സിലാക്കി, മങ്കൂസിനെ കുറിച്ച് മനസ്സിലാക്കി. നമ്മൾ പറഞ്ഞു ഇറാബ് തഖ്ദീരി ആയിട്ടുണ്ട്, സങ്കല്പിച്ചുകൊണ്ട് ഇറാബുണ്ട്, മനസ്സിലല്ലേ? അത് മഖ്സൂറിൽ നമ്മൾ ഈ അവസാനത്തിൽ വരുന്ന ലാസിമത്തായ അലിഫിൽ സങ്കല്പിക്കും, മഖ്സൂറിൽ അലിഫിൽ സങ്കല്പിക്കും. എന്നാൽ മങ്കൂസിൽ ജറും റഫ്ഉം യായിൽ സങ്കല്പിക്കും. മങ്കൂസിൽ നസ്ബ് അതാ യായിൽ ലാഹിറത്തായിരിക്കും, ലാഹിറത്തായ ഹറക്കത്ത് കൊണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. എന്തുകൊണ്ടാണ് മഖ്സൂർ എന്നും മങ്കൂസ് എന്നൊക്കെ പേരിട്ടത്? എന്തിനാണ് മുസ്തഫ എന്നുള്ളതിന് മഖ്സൂർ പേരിട്ടത്? എന്തിനാണ് മുർത്തഖി എന്നതിന് മങ്കൂസ് പേരിട്ടത്? മങ്കൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മി വരുത്തപ്പെട്ടത്, ചുരുക്കപ്പെട്ടത് എന്നാണ് അതിനർത്ഥം. മങ്കൂസ്, മനസ്സിലായില്ലേ? അങ്ങനെ പേരിടാൻ കാരണം ഈ മങ്കൂസായ ഇസ്മുകൾ ഉണ്ടല്ലോ, മങ്കൂസായ ഇസ്മ്, ഇതിലെ അവസാനത്തെ ലാസിമത്തായ ഇയ ഇത് കളയപ്പെടും. എന്നാൽ അതിന് പകരം തൻവീൻ കൊണ്ടുവരും. അപ്പം ഖാദി എന്നുള്ളതുണ്ടല്ലോ, ഖാദി ഇവിടെയാണ്ട്. ഈ ഖാദി എന്നതിന് ഖാദിൻ എന്ന് പറയും. ഖാദിൻ അവിടെ നോക്കിയേ, ഇവിടെ അടിസ്ഥാനപരമായിട്ട് യാ ഉണ്ട്. ഈ യാനെ നഖ്സ് ചെയ്തിട്ട് കുറച്ചിട്ട് തൻവീൻ കൊണ്ടുവന്ന് ഖാദി എന്ന് പറയുന്നതിന് പകരം ഖാദിൻ ഉണ്ടോ. അപ്പോൾ ഇവിടെ ഖാദിൻ എന്നുള്ളത് മങ്കൂസ് നഖ്സ് ചെയ്യപ്പെട്ടു, അതിൽ യാ പോയി, ഇതിന് പകരം തൻവീൻ കൊണ്ടുവന്നു. ഈ തൻവീനാണ് തൻവീനുൽ ഇവാദ് നമ്മൾ പഠിച്ചു, ഈ യാ എന്ന അക്ഷരത്തിന് പകരം. അപ്പോൾ ഇങ്ങനെ നഖ്സ് ചെയ്യപ്പെടുന്നത് കൊണ്ട്, നഖ്സ് ചെയ്യപ്പെട്ട് പിന്നെ ഉപയോഗിക്കപ്പെടുന്നത് കൊണ്ട് ഇത്തരം ഇസ്മുകൾക്ക് മങ്കൂസ് എന്ന് പേരിട്ടു. മനസ്സിലായി? മങ്കൂസ് എന്ന് പേരിട്ട്. പിന്നെ അതിന് ഒരു നിർവചനമുണ്ട്, പിന്നെ സാങ്കേതികമായിട്ട്. ആ നിർവചനമാണ് നമ്മളിവിടെ അലിസ്മുൽ മുറബുല്ലദി ആഖിറുഹു യാ ലാസിമത്തുൻ ഖബ്ലഹ കസ്റത്തുൻ എന്ന് പറഞ്ഞത്. മുസ്തഫ എന്നതിന് എന്തിനാണ് മഖ്സൂർ എന്ന് പേരിട്ടത്? അതിന് മഖ്സൂർ എന്ന് പേരിട്ടത്, ഒന്ന് അതിൻ്റെ പിന്നെ വായന. ഇപ്പോൾ ഹുദ അതിൽ അലിഫ്, ഈ അവസാനത്തിലെ അലിഫ് അത് മംദൂദ് ചെയ്യണില്ല, അതിനെ മദ് ചെയ്ത് നീട്ടുന്നില്ല. പിന്നെയോ അതിന് ഇപ്പം സമാ ഉൻ എന്നതൊക്കെ പറയുന്നത് പോലെ എന്ത് ചെയ്യുന്നില്ല, നീട്ടുന്നില്ല. പിന്നെയോ അതിനെ ഉച്ചാരണത്തിൽ പിന്നെ പരിമിതപ്പെടുത്താണ്, നീട്ടാതെ പരിമിതപ്പെടുത്താണ്. അതുകൊണ്ടാണ് ഹുദ ഇങ്ങനെ പിന്നെ ഖസ്ർ പിന്നെ ചെയ്യപ്പെടുക, പരിമിതപ്പെടുത്തപ്പെടുക എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ അതിൻ്റെ പിന്നെ ഇറാബ് മങ്കൂസിനെ പോലെയോ അല്ലെങ്കിൽ മറ്റു പിന്നെ ഉള്ള പിന്നെ ഇല്ലത്തിൻ്റെ അഹ്റഫുകൾ വരുന്ന പിന്നെ ഫീലുകളെ പോലെയോ അതിൻ്റെ ഇറാബ് എന്ത് ചെയ്യണില്ല, ഇറാബ് ചിലതിലെങ്കിലും വെളിപ്പെടുന്നില്ല, ബാഹിറത്താകുന്നില്ല. പിന്നെയോ എല്ലാ ഇറാബും എന്താണ്, പിന്നെ തഖ്ദീറാണ്. അലിഫുൻ സായിദ് ഉണ്ടല്ലോ, അലിഫുൻ ലാസിമ, അതിൻ്റെ അവസാനത്തിൽ വരുന്ന ലാസിമത്തായ അലിഫിൽ എല്ലാ ഇറാബും എന്ത് ചെയ്യാണ്, തഖ്ദീറിൽ പരിമിതപ്പെടുത്തപ്പെടുകയാണ്. അവസാനത്തെ അലിഫിൽ അതിൻ്റെ ഇറാബെല്ലാം റഫും നസ്ബും ജറും എല്ലാം എന്ത് ചെയ്യാണ്, പരിമിതപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അതിന് മഖ്സൂർ എന്ന് പേരിട്ടത്, പരിമിതപ്പെടുത്തപ്പെട്ടത് എന്ന അർത്ഥത്തിൽ പേരിടപ്പെട്ടത് എന്നും ചില വ്യാകരണ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ എന്തുകൊണ്ട് മങ്കൂസിന് പിന്നെ മങ്കൂസ് എന്ന് പേരിട്ടു?
മഖ്സൂറിന് എന്തുകൊണ്ട് മഖ്സൂർ എന്ന് പേരിട്ടു. അതിൽ നമ്മൾ വ്യാകരണ പണ്ഡിതന്മാർ പറയുന്ന ചില ന്യായങ്ങളാണ് ഇവിടെ അതിൽ പിന്നെ അൽഹംദുലില്ലാഹ് മനസ്സിലാക്കിയത്. ഒരു അനുബന്ധം കൂടി നമുക്ക് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് മഖ്സൂറായ ഇസ്മിൽ ഇഅ്റാബ് 3 തഖ്ദീർ ചെയ്യപ്പെടുന്നത്? അത് തഅദ്ദുറിനാൽ എന്നാണ്. തഅദ്ദുറിനാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലിഫിൽ ഒരിക്കലും ഹറക്കത്ത് സാധ്യമല്ല. അലിഫിനെ എപ്പോഴും സാക്കിനത്തായി സുക്കൂനിലാണ് ഉപയോഗിക്കുക. അതിൽ ഹറക്കത്ത് സാധ്യമല്ല. അലിഫിൽ ഫതഹത്ത് ചെയ്യാനോ അതേപോലെ തന്നെ അതിൽ കസറത്ത് നൽകാനോ ദമ്മത്ത് നൽകാനോ സാധ്യമല്ല. അലിഫ് എപ്പോഴും സാക്കിനത്താണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് മഖ്സൂറായ ഇസ്മിന് അതിൻ്റെ ഇഅ്റാബിൽ ഹറക്കത്ത് തഖ്ദീർ ചെയ്യപ്പെട്ടു? അതിൽ തഅദ്ദുർ എന്ന് പറയും. തഅദ്ദുർ എന്ന് പറഞ്ഞാൽ അലിഫിൽ ഫതഹത്തോ കസറത്തോ ദമ്മത്തോ സാധ്യമല്ല. അലിഫ് എപ്പോഴും സാക്കിനത്തായിരിക്കും. മനസ്സിലായി? അതുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ ഇഅ്റാബ് തഖ്ദീർ ചെയ്യപ്പെട്ടത്. തയ്യിബ്, മൻഖൂസിൽ എന്തുകൊണ്ടാണ് റഫ്ഉം ജറും തഖ്ദീർ ചെയ്യപ്പെട്ടത്, കരുതപ്പെട്ടത്? നസ്ബ് ബാഹിറായത് അതിൽ പണ്ഡിതന്മാർ പറയുന്നത് അത് സിഖൽ എന്നാണ്. സിഖൽ ഈ മുർത്തഖി എന്നുള്ളതിൽ പിന്നെ ഇതിൽ റഫ് ചെയ്താൽ അത് ഉച്ചാരണത്തിന് ഭാരമാണ്, പ്രയാസമാണ്. മുർത്തഖിയു ഇങ്ങനെ പ്രയാസമാണ്. അല്ലെങ്കിൽ മുർത്തഖി എന്ന് പറയാൻ സിഖൽ ഭാരമാണ്, പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ വ്യാകരണ പണ്ഡിതന്മാർ പറഞ്ഞു സിഖൽ കാരണത്താൽ റഫ്ഉം ജറും മൻഖൂസായ ഇസ്മിൽ ഹർക്കത്തിന് പിന്നെ റഫിനും ജറിനും തടസ്സായി. എന്നാൽ നസ്ബ് പ്രശ്നമല്ല. നസ്ബ് സുക്കൂനോട് അടുത്ത ഉച്ചാരണമാണ്. സുക്കൂനോട് സാക്കിനത്തായ പിന്നെ അക്ഷരങ്ങളോട് അടുത്ത ഉച്ചാരണമാണ് നസ്ബിൻ്റെ ഉച്ചാരണം. അതുകൊണ്ട് തന്നെ നസ്ബ് ഉച്ചരിക്കാൻ ഈ പിന്നെ അവസാനത്തെ യായിൽ നസ്ബ് ഉച്ചരിക്കാൻ പ്രയാസമല്ല, അത്ര തന്നെ പ്രയാസമല്ല. റഫും ജറും നൽകുമ്പോൾ പിന്നെ ഉള്ള ഉച്ചാരണം ഉണ്ടല്ലോ, അത്ര പ്രയാസമല്ല. അതുകൊണ്ട് തന്നെ നസ്ബ് ഫതഹത്ത് കൊണ്ട് ലാഹിറാക്കി ഉച്ചരിക്കാൻ എളുപ്പമാണ്. അത് സുക്കൂനോട് അടുത്ത ഒരു ഉച്ചാരണമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു വിഷയം, അതായത് എന്തുകൊണ്ട് മഖ്സൂറായ ഇസ്മിൽ എല്ലാം തഖ്ദീർ ചെയ്യപ്പെട്ടു ഹറക്കത്തുകൾ, എന്തുകൊണ്ട് മൻഖൂസിൽ റഫ്ഉം ജറും തഖ്ദീർ ചെയ്യപ്പെട്ടു, അതിൽ ഹറക്കത്ത് നസ്ബ് വാഹിറത്തായ ഹറക്കത്തിനാൽ നൽകപ്പെട്ടു. മുസ്തഫയിൽ തഅദ്ദുർ കാരണത്താൽ, അലിഫിൽ ഈ ഹറക്കത്തുകൾ വെളിപ്പെടാനുള്ള തഅദ്ദുർ കാരണത്താൽ, അതിൽ ഒഴിവുകഴിവുള്ളത് കാരണത്താൽ, പിന്നെ മുർത്തഖി എന്നതിൽ റഫും ജറും അതിൻ്റെ സിഖൽ ഉച്ചാരണത്തിൽ സിഖൽ കാരണത്താൽ. ഇതാണ് ഇതിൽ വ്യാകരണ പണ്ഡിതന്മാർ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇല്ലത്തിൻ്റെ ഹർഫുകളിൽ അവസാനിക്കുന്ന ഫഇലുകളാണ്. ബിഇദ്നില്ലാഹ് അടുത്ത ക്ലാസ്സിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.